നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ സ്ഥലം കാണാൻ നേരത്തെ തന്നെ നിങ്ങൾക്കറിയാം ഏതാണെന്ന്. ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നവരാത്രി മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക് തന്നെ. ഞാനും അമ്മയും കൂടിയാണ് പനച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രത്തിലേക്ക് പോയത്. ഏകദേശം വൈകുന്നേരം 5:45 സമയമായി. ആ സമയത്ത് അവിടെ സൈഡിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. നവരാത്രി ആരംഭത്തിൻ്റെ ആ ദിവസം തന്നെ പോകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി തന്നെ കരുതുന്നു. പനച്ചിക്കാട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള അലങ്കാരവും കാര്യങ്ങളുമൊക്കെ കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു. ഇത് വിഷ്ണു നടയാണ്. ഭഗവാനെ കാണാൻ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യം. അതുപോലെ തന്നെ ഇത് നാഗത്തിൻ്റെ നടയാണ്. അവിടെ കുറേ പേര് പാട്ടൊക്കെ പാടിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ദക്ഷിണ മൂകാംബി കലാമണ്ഡപം. അവിടെ ശാസ്ത്രീയ സംഗീതം പാടുന്നുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം നമുക്കത് കേൾക്കാം. വേദിയിൽ സംഗീത കച്ചേരി കാര്യങ്ങളായിരുന്നു. ഏകദേശം അവിടെ വിഷ്ണു ഭഗവാന്റെ നടയിലെ ദീപാരാധന വരെ ഈ കുട്ടിയുടെ ഇപ്പം പാടുന്ന കുട്ടിയുടെ സംഗീത ആരാധനയായിരുന്നു. അതുവരെ നമ്മളത് അവിടെ ഇരുന്ന് കേട്ടു. അതിനുശേഷം സരസ്വതി നടയിലെ ദീപാരാധനയിലേക്ക് ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. ഇനിയിപ്പോൾ സരസ്വതി നടയിൽ ഈ 9 ദിവസക്കാലവും വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പ് പൂമൂടൽ ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയമായപ്പോൾ വളരെയധികം ഭക്തജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ദീപാരാധന ഒന്ന് തൊഴാനും അതുപോലെ തന്നെ ആ പൂമൂടലൊന്ന് കാണാനും കണ്ണിനിമ്പമേറുന്നൊരു കാഴ്ച. ആ കാഴ്ച കാണാൻ വേണ്ടി ഞാനും അവിടെ തന്നെ നിന്നു. സരസ്വതി ദേവിയെ നന്നായി പ്രാർത്ഥിച്ചു. എന്നെ വിളിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി അവിടെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നന്മ വരുത്തണേ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല വിദ്യ കൊടുക്കണേ. അതുപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഐശ്വര്യവും ഒക്കെ ഭഗവതി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് തന്നെ പോവാം.
ദീപാരാധന സമയമായപ്പോൾ വളരെയധികം ഭക്തജനങ്ങൾ അവിടെ തൊഴാനുണ്ടായിരുന്നു. കുരുന്നുകളൊക്കെ ആദ്യാക്ഷരം കുറിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം, അതുപോലെ തന്നെ സരസ്വതി ദേവിയുടെ അനുഗ്രഹം കടാക്ഷിച്ച് കിട്ടുന്ന ഏറ്റവും മനോഹരമായ സ്ഥലം ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് അവിടെ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ അയ്യർക്ക് അവിടെ ഉപഹാരം നൽകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഈ പറഞ്ഞ സംഗീത പരിപാടിയുടെയൊക്കെ ഉദ്ഘാടനമാണെന്ന് തോന്നുന്നു. ആ കാര്യങ്ങൾ ചെയ്തു. അതുപോലെ വളരെ വലിയൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലെ പഴയ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ ഉണ്ടായതെന്നുമൊക്കെ അവിടെ ഒരു വ്യക്തി വരച്ച് ഇന്നലെ പ്രകാശനം ചെയ്തു. അത് വളരെ എന്താ പറയുക, രാത്രിയിലൊക്കെ ലൈറ്റിട്ട് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെ പോകുന്നവർ ഇത് കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ഫ്രം ജീവേഷ്.